So hi everyone. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ടൂളിനെ കുറിച്ച് പഠിക്കാനാണ്. ദാറ്റ് ഈസ് Canva. യെസ്, ക്യാൻവയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എല്ലാവരും ക്യാൻവ യൂസ് ചെയ്യുന്നവർ തന്നെയാണ്. ഈവൻ അതൊരു റെസ്യൂമെ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, ഒരു പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, ഈവൻ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതും ഹൗ ടു മേക്ക് എ പോസ്റ്റർ ഇൻ ക്യാൻവ. സോ നമുക്ക് ഇത് പഠിക്കുന്നതിന് മുന്നേ ആദ്യം ക്യാൻവയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം അല്ലേ. സോ ക്യാൻവ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിന് നമുക്ക് വലിയ സ്പെക്കുള്ള സിസ്റ്റത്തിൻ്റെയോ ലാപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഒരു ലാപ്ടോപ്പ് വിത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഡിസൈനിങ് ഒക്കെ ക്യാൻവ ത്രൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ക്യാൻവയിൽ നമുക്ക് ഇമേജസ് മാത്രമല്ല, നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാം, അതുപോലെ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാം, ഈവൻ PDF ആയിക്കോട്ടെ, ഡോക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു ഈവൻ നമുക്ക് അതിലൊരു വെബ്സൈറ്റ് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാൻവയിലുണ്ട്. ഈവൻ നമ്മളൊരു വർക്കിന് കയറുന്ന സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന പല കാര്യങ്ങളും, നമുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണെങ്കിലോ ഒരു ക്ലയൻറ്റിൻ്റെ മുന്നിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിലോ ക്യാൻവ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി കസ്റ്റമൈസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി സൈസിൽ വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് പോസ്റ്റേഴ്സോ ഇമേജസിനോ കട്ട് ചെയ്യാം. ഈവൻ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തൊരു റെസ്യൂമെ ആണെങ്കിൽ പോലും അതിന് വീണ്ടും നമുക്ക് ആ PDF തന്നെ ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്ത ശേഷം വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് അല്ലേ. സോ ഇതിൽ നമുക്ക് 1000+ ആയിട്ടുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. സോ അത് റെസ്യൂമിലായിക്കോട്ടെ, പ്രസൻറ്റേഷനായിക്കോട്ടെ, പോസ്റ്റേഴ്സിനായിക്കോട്ടെ, ഇത് പുതിയതായിട്ട് ക്യാൻവ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, ക്യാൻവയുടെ ഒരു ഇന്റർഫേസ് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. പുതിയതായിട്ട് വരുന്ന ഒരു മെമ്പറിന് ഒന്ന് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ഓപ്ഷൻസ് എന്തിനു വേണ്ടിയുള്ളതെന്ന്. അത്രമാത്രം യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ക്യാൻവ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ ഈസിലി അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ നമുക്ക് ഈ ബേസിക് വേർഷനിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി പോകാനുള്ള ഒരു ഹൈറിംഗ് പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനു വേണ്ടി നമുക്ക് ക്യാൻവയുടെ ഡാഷ്ബോർഡിൽ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒരു സെർച്ച് ബാർ കാണാം. അവിടെ ചെന്ന് ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന് അയക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ്, സ്റ്റോറി വിഡ്ത്തും ലെങ്ത്തിലുമുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻബിൽഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. അതർവൈസ് നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് നമ്മുടേതായിട്ടൊരു ഓൺ ആയിട്ടൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്വന്തമായിട്ട് ഫ്രം ദ സ്ക്രാച്ചിൽ നിന്ന് ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഞാൻ ബ്ലാങ്ക് പേജ് എടുത്തു. ബ്ലാങ്ക് പേജ് എടുത്ത ശേഷം ലൈക്ക് എനിക്കിപ്പോൾ വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. സോ എനിക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത്. അത് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. അതിന് ഞാൻ മുകളിലുള്ള പൊസിഷൻ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. സോ ഞാൻ അങ്ങനെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ, ഒരു പോസ്റ്റർ ആകുമ്പോഴേക്കും. സോ ഇതിനു വേണ്ടി ഞാൻ സൈഡിൽ തന്നെയുള്ള അപ്ലോഡ് ഫയൽസിൽ പോവുക. അതിനുശേഷം അവിടെ ഒരുപാട് വീഡിയോസും ഇമേജസും അതുപോലെ ഓഡിയോസൊക്കെ ഞാനിത് നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ ഓൾറെഡി ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ളതോ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ അതിൽ നിന്നൊരു വീഡിയോ ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ബിക്കോസ് എനിക്ക് ഈ ഒരു സൈഡിലേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് എനിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞ ആ ഭാഗത്തു നിന്ന് തന്നെ ആ ഒരു ഐക്കൺസിൽ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒപ്പേസിറ്റി ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഒപ്പേസിറ്റി മീൻസ് നമ്മുടെ ആ ഒരു ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് ആണ് അല്ലെങ്കിൽ വീഡിയോൻ്റെ ബ്രൈറ്റ്നസ് ആണ്. അതൊന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. റീഡബിലിറ്റി ഒന്നുകൂടെ കൂടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒപ്പേസിറ്റി ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇതിലേക്ക് വേണ്ട ടെക്സ്റ്റുകളാണ്. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഒരുപാട് സൈസസ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം ഹെഡിങ് അതുപോലെ സബ് ഹെഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സബ് ഹെഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ് ആഡ് ചെയ്യുന്നത്. സോ അവിടെ എടുത്തു. ഞാൻ അതിനുശേഷം ഹയറിംഗ് എന്നുള്ളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ദെൻ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ വേർഡിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഓപ്ഷൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ഉള്ളത്. സോ ഞാൻ അതിന് ഹയറിംഗ് എന്നുള്ളത് ഒന്ന് ബോൾഡ് ആക്കിയിട്ടുണ്ട്. ഒന്ന് നല്ലൊരു ഫോണ്ടൊക്കെ കൊടുത്ത് ഒന്ന് അലൈൻമെൻ്റ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ദെൻ വീണ്ടും ഞാനൊരു അടുത്തൊരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തു. ഈവൻ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇതിന്ന് തന്നെ കോപ്പി ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച നമ്മുടെ പോസ്റ്ററിലുള്ളതെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടി കോപ്പി ചെയ്യാം. ബട്ട് അത് ഞാനിപ്പോൾ ചെയ്തത്
വേറൊരു ടെക്സ്റ്റ് ബോക്സ് സെപ്പറേറ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ജോബിൻ്റെ പൊസിഷൻ കൊടുത്തു. ഈവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസും അലൈൻമെൻറ്റ്സും ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ലൈക്ക് ഹയറിങ് അതുപോലെ തന്നെ ക്യാൻവ എക്സ്പേർട്ട് എന്നുള്ള 2 ടെക്സ്റ്റ് ബോക്സിൻ്റെയും അലൈൻമെൻറ്റ്സ് ഈക്വൽ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിനൊപ്പം തന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത ശേഷം നമ്മുടെ ജോബ് പൊസിഷൻ നമുക്ക് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ടെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു ലൈക്ക് ആ ഒരു ഡിസൈനിന് മാച്ച് ആവുന്ന രീതിയിലുള്ള കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത ശേഷം നമുക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും അതായത് 2 ടെക്സ്റ്റ് ബോക്സ് ഹയറിങ്ങും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ജോബ് പൊസിഷൻ്റെയും രണ്ടിൻ്റെയും അലൈൻമെൻറ്റ്സും പൊസിഷൻസും കറക്റ്റ് ചെയ്ത് വെക്കാം. ദെൻ അതിന് ശേഷമാണ് നമുക്ക് വീണ്ടും ലൈക്ക് നമുക്ക് എന്തായാലും കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കണമല്ലേ റെസ്യൂമെ അയക്കാൻ വേണ്ടിയിട്ടുള്ള. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ചെറിയ ലെവലിലുള്ള ടെക്സ്റ്റ് ബോക്സ് ആണ്. അതായത് ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബോഡി എന്നുള്ളൊരു ടെക്സ്റ്റ് ബോക്സ് നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവും. സോ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുക്കുന്നത്. സോ ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ സെൻഡ് യുവർ CV2 എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത ശേഷം സെയിം അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ടെക്സ്റ്റ് ബോക്സൂടെ കോപ്പി ചെയ്യാം. ബിക്കോസ് നമുക്ക് ആ സൈസിലും ആ ലെവലിലുമായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് കിട്ടണമെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുള്ള ഐക്കൺ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ കാണിക്കുന്നുണ്ടായിരിക്കും, ഒരു ചെറിയ സ്ക്വയർ പോലെ. സോ അവിടെ നിന്ന് തന്നെ നമ്മൾ കോപ്പി ചെയ്ത ശേഷം അവിടെ HR മെയിൽ ID ആണ് കൊടുക്കുന്നത്. അതും നമുക്ക് എന്നിട്ട് കസ്റ്റമൈസ് ചെയ്യാം. അതിൻ്റെ ഒരു ലൈക്ക് ഫോണ്ടിൻ്റെ സൈസ് ആണെങ്കിലോ ഒന്ന് ബോൾഡ് ആക്കാനോ ഒക്കെ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഞാനൊന്ന് ബോൾഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ HR മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ആണല്ലോ നമ്മൾ എന്തായാലും ഹയറിങ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോഗോ ആണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. സോ അതിൽ തന്നെ അപ്ലോഡ്സിൽ പോവാം. അതിനുശേഷം നമുക്ക് അതിൽ കമ്പനിയുടെ ലോഗോ ഉണ്ടായിരിക്കും. ലോഗോ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ അപ്ലോഡ് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലുള്ള ആ ലോഗോ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അത് ഇതിൽ തന്നെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് സ്ഥലത്തിൽ പ്ലേസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ ഞാനിപ്പോൾ അത് ലോഗോ അപ്ലോഡ് ചെയ്ത് എടുത്തിട്ട് നമ്മളുടെ ആ ഒരു പോസ്റ്റിന് താഴെ തന്നെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് അലൈൻമെൻറ്റ്സ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് റീനെയിം ചെയ്യാന്നുള്ളതാണ്. റീനെയിം ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു ഫോർമാറ്റാണിത്. ഇതിൽ നമുക്ക് ഡേറ്റ് കൊടുക്കാം, അന്നത്തെ ഡേറ്റ് ഉണ്ട്. പിന്നെ ഈ IGS എന്ന് സൂചിപ്പിക്കുന്ന ലൈക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയതുകൊണ്ടാണ് IGS എന്ന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഹയറിംഗ് പോസ്റ്റർ ആയതുകൊണ്ട് ഹയറിംഗ് എന്ന് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിലേതാണ് ജോബ് റോള് അത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കമ്പനിയുടെ പേരും കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മളൊരു ഫയല് സേവ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേതെങ്കിലും ഒരു കീവേഡ് വെച്ചിട്ട് ഈ ഫയലിനെ നമുക്ക് വീണ്ടും ലൈക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. അതിനുശേഷം നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യണം അല്ലേ. അതിന് റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ അവിടുന്ന് ഷെയർ ഞെക്കി കഴിയുമ്പോൾ നമുക്കതിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. സോ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ടായിരിക്കും. PDF, JPG അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. PNG എന്നൊക്കെ ഉണ്ടാവും. സോ PNGയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ആൻഡ് ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ക്യാൻവയിൽ നിന്ന് PNG ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഇവിടെ റെഡിയാണ്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ ക്രിയേറ്റ് എ പോസ്റ്റ് ഇൻ Canva. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് CDA.